പാർട്ടിക്കാരുടെ ധാർഷ്ട്യം ജനങ്ങളെ അകറ്റിയെന്ന CPM കേന്ദ്ര കമ്മിറ്റി. പരമ്പരാഗത വോട്ടുകൾ BJP-യിലേക്ക് പോയത് അതിഗൗരവതരമെന്ന പ്രശ്നമെന്ന CPM-ന്റെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. മുസ്ലിം പ്രീണനം കാരണമായി എന്നത് തെറ്റായ പ്രചരണം. മുസ്ലിങ്ങളോടുള്ള പാർട്ടി സമീപനം ജനാധിപത്യ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളൊന്നും കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട്. ഒരു വിഭാഗം ക്രൈസ്തവ സംഘടനകളും BJP-ക്ക് വേണ്ടി പ്രവർത്തിച്ചു. CPM നേതാക്കളുടെ വിമർശനത്തിന് പിന്നാലെ നിലപാട് മയപ്പെടുത്തി ബിനോയ് വിശ്വം. SFIയുടെ ചോര കുടിക്കുവാൻ താനും അനുവദിക്കില്ലെന്ന് തിരുത്ത്. അതുകൊണ്ടാണ് തിരുത്താൻ നിർദ്ദേശിച്ചതെന്നും CPI സംസ്ഥാന സെക്രട്ടറി. സർക്കാരിന്റെ മുൻഗണനകൾ തെറ്റിച്ചത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ ബിനോയ് വിശ്വം. ബിനോയ് വിശ്വത്തെ വിമർശിച്ച CPM നേതാക്കൾ. SFIയും CPM-ഉം വടിയിൽ കെട്ടിയ ചെണ്ടയല്ലെന്ന് AK ബാലൻ. SFIയുടെ രക്തം കുടിക്കുവാൻ ആരെയും അനുവദിക്കില്ല, പിശകുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ അറിയാമെന്നും AK ബാലൻ. അല്ല, ഇപ്പോൾ CPIM-ഉം അതുപോലെ തന്നെ SFIയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ ഒരു വഴിയിൽ കെട്ടി തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിവുണ്ട്. ഭരണാധികാരികളുടെ തണലിൽ വളർന്നൊരു സംഘടനയല്ലത്. KSUവിനോട് സ്നേഹമുള്ള പഴയൊരു AISF മനസ്സ് ബിനോയ് വിശ്വത്തിനുണ്ടോ എന്ന് NN കൃഷ്ണദാസ്. ആരോപണങ്ങൾക്ക് മറുപടിയുമായി SFI. നടക്കുന്നത് ക്രിമിനൽ സംഘമായി ചിത്രീകരിക്കുവാനുള്ള ഏകപക്ഷീയമായ ശ്രമം. വിമർശനങ്ങളെ ഉൾക്കൊള്ളുവാനും തിരുത്തുവാനും തയ്യാറാണെന്നും ആർഷോ. KSU ആസൂത്രിതമായി നടത്തുന്ന ആക്രമണങ്ങളെ മാധ്യമങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നുവെന്നും SFI. ചരിത്രം പഠിക്കുന്നില്ലെന്ന ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തിന് മറുപടി നൽകി ആർഷോ. SFI അടിയന്തരാവസ്ഥയുടേതടക്കം ചരിത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വലതുപക്ഷ അജണ്ടയ്ക്ക് നേതാക്കൾ തലവച്ചു കൊടുക്കുന്നുവെന്നും വിമർശനം. SFI ബാധിതയെന്ന് തോന്നുന്നുവെങ്കിൽ AISF തനിച്ചു മത്സരിക്കട്ടെ എന്നും ആർഷോ. റോഡിലെ കുഴികളുടെ കാര്യത്തിൽ മന്ത്രി റിയാസിനെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷം. കുഴികളിൽ വീണ് ഗർഭിണികൾ പ്രസവിക്കുന്നുവെന്ന നജീബ് കാന്തപുരം നിയമസഭയിൽ. മണിച്ചിത്രത്താഴിലെ പപ്പുവിനെ പോലെ ചാടിച്ചാടി റോഡിൽ നടക്കേണ്ട അവസ്ഥയെന്നും നജീബ്. പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടിച്ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ? എല്ലാ റോഡുകളും പൊതുമരാമത്ത് റോഡുകളല്ലെന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. ഗംഗയെ പോലെ സംസാരിക്കേണ്ട നജീബ് കാന്തപുരം സംസാരിക്കുന്നത് നാഗവല്ലിയെ പോലെയെന്നും റിയാസിന്റെ തിരിച്ചടി. തൻ്റെ മണ്ഡലത്തിൽ ഇത്രയധികം BMNBC റോഡും പദ്ധതികളും കിട്ടിയതിൽ ഒരു ഗംഗ ശോഭനയാകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഞാൻ ഞെട്ടിപ്പോയി സാർ. അദ്ദേഹം ഒരു നാഗവല്ലി ശോഭനയായി മാറി എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി സാർ. ഹാത്രസ് സന്ദർശിച്ച രാഹുൽ ഗാന്ധി. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബവുമായി നേരിട്ട് ചർച്ച നടത്തി. അനുയായികളെ അറസ്റ്റ് ചെയ്ത പോലീസ്. ഒളിവിലായ ഭോലെ ബാബയ്ക്കെതിരെ കേസെടുത്തിട്ടില്ല. ദുരന്തത്തിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകി അന്വേഷണ സംഘം. ഭാരത് അരി വിതരണത്തിലെ പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി. വിഷയത്തിൽ വേണ്ട നടപടികൾ ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി. മന്ത്രിയുടെ ഇടപെടൽ അരി വിതരണത്തിലെ അപാകതയുടെ ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ. പാലക്കാട് വീണ്ടും കർഷക ആത്മഹത്യ. കടബാധിതയെ തുടർന്ന് മലമ്പുഴ സ്വദേശി PK വിജയൻ ആത്മഹത്യ ചെയ്തു. കാർഷിക ആവശ്യങ്ങൾക്കായി വിവിധ ബാങ്കുകളിൽ നിന്നായി വിജയൻ കടമെടുത്തത് 10 ലക്ഷം രൂപ. കോഴിക്കോട് വൻ തീപിടുത്തം. മുതലക്കുളത്ത് ഹോട്ടലിൽ പൊട്ടിത്തെറി. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചെന്ന് സംശയം. ഒരാൾക്ക് പരിക്ക്.
അമീബിക് മസ്തിഷ്ക ജ്വര ഭീതിക്കിടെ ആശ്വാസ വാർത്ത. ചികിത്സയിലുള്ള കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നു. നിലവിൽ ചികിത്സയിലുള്ളത് പയ്യോളി സ്വദേശിയായ 14-കാരൻ. പ്രതിഫല വിവാദത്തിൽ നിലപാട് മാറ്റി സുരേഷ് ഗോപി. പ്രതിഫലം വാങ്ങുക കലാകാരൻ എന്ന നിലയിൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ മാത്രമെന്ന സുരേഷ് ഗോപി. പരസ്പരം പുകഴ്ത്തി തൃശൂർ മേയറും സ്ഥലം എംപിയും. ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയെന്ന MK വർഗീസ്. തൃശൂരിന്റെ വികസനത്തിന് വേണ്ടി വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നും മേയറുടെ രാഷ്ട്രീയത്തെ ബഹുമാനിക്കുന്നെന്നും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നവർക്ക് ജനം മറുപടി നൽകണമെന്നും സുരേഷ് ഗോപി. കേജ്രിവാളിന് ആശ്വസിക്കാറായില്ല. ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നത് മാറ്റി. ജൂലൈ 17-ന് വാദം കേൾക്കാമെന്ന് ഡൽഹി ഹൈക്കോടതി. ബ്രിട്ടനിൽ 14 വർഷത്തിന് ശേഷം ലേബർ പാർട്ടി അധികാരത്തിലേക്ക്. കീർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഋഷി സുനക്. തൃശൂർ മാടക്കത്ര പഞ്ചായത്തിൽ പന്നിപ്പനി. 310 പന്നികളെ കൊല്ലുവാൻ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർക്ക് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. നടപടി സ്വകാര്യ ഫാമിൽ പന്നികൾ രോഗം ബാധിച്ച് ചത്തതോടെ. മാന്നാർ കൊലപാതകത്തിൽ നിർണായക നീക്കങ്ങളുമായി പോലീസ്. പ്രതികളെ 3 സ്റ്റേഷനുകളിലായി ചോദ്യം ചെയ്യുന്നു. മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതായി പ്രതികളുമായി തെളിവെടുപ്പ് ഇന്നുണ്ടായേക്കില്ല. കോപ്പ അമേരിക്കയിൽ അർജന്റീന സെമി ഫൈനലിൽ. ഇക്വഡോറിനെ മറികടന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. അവസരം പാഴാക്കി ലയണൽ മെസ്സി. രക്ഷകനായത് എമിലിയാനോ മാർട്ടിനസ്. കനത്ത മഴയ്ക്ക് പിന്നാലെ പ്രളയത്തിലകപ്പെട്ട് ഗുജറാത്ത്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളും രൂക്ഷമായ വെള്ളക്കെട്ടിൽ. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുവാൻ ദുരന്ത നിവാരണ സേന രംഗത്ത്. യൂറോ കപ്പിൽ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സൂപ്പർ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും ജർമ്മനിയും നേർക്കുനേർ. മത്സരം രാത്രി 9:30-ന്. രണ്ടാം ക്വാർട്ടറിൽ പോർച്ചുഗലിന് ഫ്രാൻസ് എതിരാളികൾ.